ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചൂസ് കാക്കാസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളൊരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു വാഹനവും കൂടിയാണ്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വാഹനം കൂടിയാണ്. കംഫർട്ടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹുണ്ടായി i20 എന്ന് പറയുന്നൊരു വാഹനമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതുമാത്രമല്ല 2025 നമുക്ക് പുതിയ ഓഫേഴ്സ് കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. എല്ലാവർക്കും അറിയാം, ഹുണ്ടായി i20 ഏത് കാലം തുടങ്ങി വന്നൊരു വാഹനം കൂടിയാണെന്ന്. പഴയ കാലത്ത് നമുക്കൊരു CRD എഞ്ചിൻ, നമുക്കൊരു ഡീസൽ എഞ്ചിൻ വേരിയൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഹുണ്ടായി i20 വരുന്നത് ഫുൾ പെട്രോൾ വേരിയൻസിലാണ് മാത്രമാണ് വരുന്നത്. ഒരെണ്ണം 1.2 ലിറ്ററിൻ്റെയും ഒരെണ്ണം 1 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് 1.2 ലിറ്ററിൻ്റെ കപ്പ എഞ്ചിനാണ്. അത് നമുക്ക് ആസ്ത എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലുക്ക് ബേസ് തന്നെ നമുക്ക് സംസാരിക്കാം. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പഴയ i20നേക്കാളും കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഗ്രില്ലിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷിംഗ് ഉള്ളൊരു ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിന് നമുക്ക് പറയുന്നത് MFR എന്ന് പറയുന്നൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ DRL ലൈറ്റ് നമുക്കിതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പ് വരില്ല. അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കേർട്ടിംഗ് ആണെങ്കിൽ ഒരു ഗ്രേ സ്കേർട്ടിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു എയർ ഡാം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് വ്യൂയിലേക്ക് പോകുമ്പോൾ ഒരു 16 ഇഞ്ചിൻ്റെ ഒരു അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ORVM ആണ് വരുന്നത്. ടേണിംഗ് ഇൻഡിക്കേറ്റർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം നമുക്കിതിൽ പോകുന്നതാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിലാണെങ്കിലും ഒരു ക്രോം ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സൈഡ് വ്യൂ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈൻ പോകുമ്പോൾ തന്നെ ഒരു സ്പോട്ട് ലുക്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് ഇവിടെയും നമുക്കൊരു സ്കേർട്ടിങ് പോലത്തെ ഒരു ലിപ്പ് പോകുന്നുണ്ട്. ഒരു i20 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിതിലും വരുന്നതാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് പോകും. ബാക്ക് വ്യൂയിലേക്ക് പോകുമ്പോഴും നമുക്ക് ഈ ഒരു LED ടെയിൽ ലൈറ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ടെയിൽ ലൈറ്റാണ് നമുക്കിതിൽ പോകുന്നത്. കണക്റ്റായിട്ടോട്ട് പോകുന്ന ഒരു ടെയിൽ ലൈറ്റാണ്. ഇതിൻ്റെ മേലെ നമുക്കൊരു ക്രോം ഫിനിഷ് ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുണ്ടായുടെ ബാഡ്ജിങ് നമുക്കിതിൽ വരുന്നുണ്ട്. ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാർപ്സിൻ ആൻറ്റിനെയും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നുണ്ട്. ആസ്റ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാമറയും റിവേഴ്സ് ക്യാമും ഇതിൽ വരുന്നതാണ്. തൊട്ട് താഴെ നമുക്കൊരു ഡിഫ്യൂസർ പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു ബാക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു സ്പോട്ടി ലുക്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വരുന്നത്. പാർസൽ ട്രേ നമുക്ക് ഈ ഒരു ആസ്ത ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്പേസ് വരുന്നത് 311 ലിറ്ററാണ് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. സ്പെയർ വീല് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 15 ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് പറ്റിയ ഒരു 3-4 പെട്ടികൾ നമുക്കിതിൽ വെക്കാവുന്നതാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡോർ പാനലിലേക്ക് തന്നെ ഫസ്റ്റ് നമുക്ക് പോകും. ഡ്യുവൽ ടോൺ ആണ് നമുക്ക് ഈ ഒരു ഡോർ പാനൽ വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിങ്, ഒരു വൈറ്റ് ഫിനിഷിംഗ് ഉള്ളൊരു ഡോർ പാനലാണ്. ഇതൊക്കെ നമുക്കൊരു പ്ലാസ്റ്റിക് ഇതിലാണ് വരുന്നത്. ഇത് സോഫ്റ്റ് ടച്ചാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചും പിന്നെ ORVMൻ്റെ സ്വിച്ചും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബോസിൻ്റെ സ്പീക്കറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ട്വിറ്ററും ഇതിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നല്ലൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ AC വെൻ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു AC വെൻസ് ആണ് വന്നിട്ടുള്ളത്. അത് നല്ല കണക്റ്റായിട്ട് ഇതിൽ വരുമ്പോൾ നല്ലൊരു നമ്മുടെ പ്രീമിയം കാസിലൊക്കെ വരുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഈ AC വെൻസിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്ലോ ബോക്സ് നമുക്കിതിൽ ഭാഗത്ത് വരുന്നതാണ്. 10 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേയും നാവിഗേഷനും നമുക്ക് റിവേഴ്സ് ക്യാമിൻ്റെ ഒരു ഓപ്ഷനും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. ACയുടെ കൺട്രോൾസ് കാര്യങ്ങൾ ഇതിൽ വരുന്നതാണ്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു C ടൈപ്പിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു USB പോർട്ട് നമുക്കിതിൽ വരുന്നതാണ്. പിന്നെ വയർലെസ് ചാർജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ 5 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നത്.
1.2 ലിറ്ററിൻ്റെ ഒരു ട്രാൻസ്മിഷനാണ്. 1.2 ലിറ്ററിൻ്റെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് വരും. പിന്നെ ഒരു ആം റെസ്റ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഒരു സിംഗിൾ സൺറൂഫ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. സീറ്റിലേക്ക് വരുമ്പോൾ ഒരു ലെതർ ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കംഫർട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നത്. സ്റ്റിയറിംഗിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 4 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കാണ് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വരുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് സ്റ്റിയറിംഗ് ആണ്, അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾസ് നമുക്ക് ഇന്ന് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റർ കൺസോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചസും ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ്. മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോഴും ഒരു ഡിജിറ്റൽ ഒരു മീറ്റർ കൺസോളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ടയർ പ്രഷറിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണിക്കുന്നതാണ്. ബാക്ക് റോയിലേക്ക് പോകുമ്പോഴാണ് അത്യാവശ്യം നമുക്കൊരു സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ് ഹാച്ച് ബാക്കിൽ വരുന്നത്. ഒരു 3 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. ലെഗ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ നമുക്കൊരു AC വെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് പോർട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർ പാനലിലേക്ക് പോകുമ്പോഴും അവിടെയും നമുക്കൊരു സോഫ്റ്റ് ടച്ചുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസും ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. 1.2 ലിറ്ററിൻ്റെ കപ്പ എഞ്ചിനാണ് വരുന്നത്. 1197 cc ആണ് ഇതിൽ വരുന്നത്. 82 bhp നമുക്ക് ഇതിൽ വരുന്നത്. 114 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 6 എയർ ബാഗ്സ് വരും നമുക്ക്. അതുപോലെ തന്നെ ABS EBD ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ആസ്ത ഓപ്ഷൻ മാനുവൽ ആണുള്ളത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് നമുക്ക് ഈ വാഹനത്തിന് വരുന്നതാണ്. IVT ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ 4 വേരിയൻസ് ആണ് നമുക്ക് ഇതിലുള്ളത്. നേരത്തെ മുന്നേ നമുക്ക് എയറ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാഗ്ന, സ്പോർട്സ്, ആസ്ത, എൻലൈൻ എന്ന് പറഞ്ഞത്. എൻലൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 ലിറ്റർ ടർബോ ആണ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് 1.2 ലിറ്ററിൻ്റെ കപ്പ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആസ്ത ഓപ്ഷനിൽ വരുന്നത് നമുക്ക് 11,85,000 രൂപയാണ് നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വാഹനമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മിഡ് വേരിയൻ്റ് എന്ന് പറയുന്ന മാഗ്ന എന്ന് പറയുന്ന വാഹനത്തിന് 9,30,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പവർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത്യാവശ്യം നമുക്കൊരു സാധാരണ ഒരു നോർമൽ ഫാമിലിക്ക് പറ്റിയൊരു വാഹനവും കൂടിയാണ് നമ്മുടെ Hyundai i20 എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനവും കൂടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.